ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. കൂട്ടപ്രാർത്ഥനയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആവശ്യത്തെ പറയുന്ന ഒരു ശ്ലോകമാണല്ലോ ഭാഗവത പാരായണം ചെയ്യുന്ന എല്ലാവരും രാവിലെ ഭഗവാനോട് പ്രാർത്ഥിക്കാറ്. ആ ലക്ഷ്യം ഒരു 5-8 ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ തന്നെ പാരായണം ചെയ്യണു, പ്രാർത്ഥിക്കണു. പിന്നെ ഇഷ്ടദേവത തൊട്ടുള്ള പലതും പ്രാർത്ഥിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭാഗവത പാരായണം ചെയ്യണത്. ഏകദേശം ആ അർത്ഥം വരുന്നതായിട്ടുള്ളൊരു കീർത്തനം, അതിൻ്റെ ഒരു പരിഭാഷ പോലെ എഴുതിയത് പാരായണം ചെയ്യണു, അല്ലെങ്കിൽ അത് ആലപിക്കണു. നമുക്കത് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദരാ ഹരേ നാരദ സേവിത നാരായണ ജയ. ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദരാ ഹരേ നാരദ സേവിത നാരായണ ജയ. അജ്ഞാനം തീർക്കണേ ഭക്തി തരേണമേ, അജ്ഞാനം തീർക്കണേ ഭക്തി തരേണമേ. പുണ്യദ ശ്രീപദേ ദേവേശ മോക്ഷദ. ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദരാ ഹരേ നാരദ സേവിത നാരായണ ജയ. ഇപ്രപഞ്ചം തന്നിൽ സംസരിക്കുന്നോരൻ ദൈന്യതയെല്ലാം അകറ്റണേ ശ്രീഹരേ. ഇപ്രപഞ്ചം തന്നിൽ സംസരിക്കുന്നോരൻ ദൈന്യതയെല്ലാം അകറ്റണേ ശ്രീഹരേ. കാമമാം കർമ്മമുതലക്കടിയതം ഭാഗവതം കേട്ടു തീർത്തു തരേണമേ. കാമമാം കർമ്മമുതലക്കടിയതം ഭാഗവതം കേട്ട് തീർത്തു തരേണമേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ജയ. പ്രത്യക്ഷനായതിൽ വാഴും ഹരേ തവ ലീലകളെന്നും സ്മരണയിലെത്തണേ. പ്രത്യക്ഷനായതിൽ വാഴും ഹരേ തവ ലീലകളെന്നും സ്മരണയിലെത്തണേ. നിർവിഘ്നം യജ്ഞം സമർപ്പിക്കാൻ ശ്രീഹരേ. കൃഷ്ണ തുണയ്ക്കണേ ദാസനല്ലേ തവ. നിർവിഘ്നം യജ്ഞം സമർപ്പിക്കാൻ ശ്രീഹരേ. ശ്രീകൃഷ്ണ കൃഷ്ണ തുണയ്ക്കണേ ദാസനല്ലേ തവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദരാ ഹരേ നാരദ സേവിത നാരായണ ജയ. അജ്ഞാനം തീർക്കണേ ഭക്തി തരേണമേ. പുണ്യദ ശ്രീപദേ ദേവേശ മോക്ഷദ. ശ്രീശുകരൂപ അറിവു തരേണമേ. ഉത്തമ ശ്ലോകാസ്തുതി പ്രിയ പാഹി മാം. ശ്രീശുകരൂപ അറിവു തരേണമേ. ഉത്തമ ശ്ലോകാസ്തുതി പ്രിയ പാഹി മാം. വേദസ്വരൂപം പരബ്രഹ്മം ശ്യാമളൻ
യാദവനാഥ ജഗത്പദേ കേശവ വേദസ്വരൂപം പരബ്രഹ്മൻ ശ്യാമളൻ യാദവനാഥ ജഗത്പദേ കേശവ കാരുണ്യമൂർത്തി ശ്രീരുക്മിണി നായകൻ ദ്വാരകാവാസിൻ ഭൂദേവി പദേ നമഃ കാരുണ്യമൂർത്തി ശ്രീരുക്മിണി നായകൻ ദ്വാരകാവാസിൻ ഭൂദേവി പദേ നമഃ ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദര ഹരേ നാരദ സേവിത നാരായണ ജയ അജ്ഞാനം തീർക്കണേ ഭക്തി തരേണമേ പുണ്യദാ ശ്രീപദേ ദേവേശ മോക്ഷദാ വേദസ്വരൂപം പരബ്രഹ്മം ശ്യാമളൻ യാദവനാഥ ജഗത്പദേ കേശവ കാരുണ്യമൂർത്തി ശ്രീരുക്മിണി നായകൻ ദ്വാരകാവാസിൻ ഭൂദേവി പദേ നമഃ പാപങ്ങൾ തീർക്കണേ നാമസ്തുതികളാൽ ദുഃഖദുരിതാധിവ്യാധിയും തീർക്കണേ പാപങ്ങൾ തീർക്കണേ നാമസ്തുതികളാൽ ദുഃഖദുരിതാധിവ്യാധിയും തീർക്കണേ ഏതിലുമെപ്പോഴും കൃഷ്ണനെ കാണുവാൻ വിഷ്ണു നമസ്കാരം ഭൂദേശ പാഹി മാം ഏതിലുമെപ്പോഴും കൃഷ്ണനെ കാണുവാൻ വിഷ്ണു നമസ്കാരം ഭൂദേശ പാഹി മാം ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദര ഹരേ നാരദ സേവിത നാരായണ ജയ അജ്ഞാനം തീർക്കണേ ഭക്തി തരേണമേ പുണ്യദാ ശ്രീപദേ ദേവേശ മോക്ഷദാ ഗോപികാവല്ലഭഗീതോപദേശക ഗോകുലനാഥനം ഗോവിന്ദസുന്ദര ഗോപികാവല്ലഭഗീതോപദേശക ഗോകുലനാഥനം ഗോവിന്ദസുന്ദര ഗോപാലകാനന്ദനന്ദനാനന്ദന ഗോപാലകാനന്ദനന്ദനാവന്ദനം ദേവകി നന്ദന കാൽക്കൽ നമിപ്പു ഞാൻ ഗോപികാവല്ലഭഗീതോപദേശക ഗോകുലനാഥനം ഗോവിന്ദസുന്ദര ഗോപാലകാനന്ദനന്ദനാവന്ദനം ദേവകി നന്ദന കാൽക്കൽ നമിപ്പു ഞാൻ ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദര ഹരേ നാരദ സേവിത നാരായണ ജയ അജ്ഞാനം തീർക്കണേ ഭക്തി തരേണമേ പുണ്യദാ ശ്രീപദേ ദേവേശ മോക്ഷദാ ഇപ്രപഞ്ചം തന്നിൽ സംസരിക്കുന്നോരൻ ദൈന്യതയെല്ലാം അകറ്റണേ ശ്രീഹരേ കാമമാം കർമ്മമുതലക്കടിയതും ഭാഗവതം കേട്ട് തീർത്തു തരേണമേ പ്രത്യക്ഷനായതിൽ വാഴും ഹരേ തവ ലീലകളെന്നും സ്മരണയിലെത്തണേ നിർവിഘ്നം യജ്ഞം സമർപ്പിക്കാൻ ശ്രീഹരേ കൃഷ്ണ തുണയ്ക്കണേ
ദാസനല്ലേ തവ ശ്രീശുഖരൂപ അറിവു തരേണമേ ഉത്തമ ശ്ലോകാസ്തുതി പ്രിയ പാഹി മാം വേദസ്വരൂപം പരബ്രഹ്മം ശ്യാമളൻ യാദവനാഥ ജഗൽപദേ കേശവ കാരുണ്യമൂർത്തി ശ്രീരുക്മിണി നായകൻ ദ്വാരകാവാസിൻ ഭൂദേവി പദേ നമ പാപങ്ങൾ തീർക്കണേ പാപങ്ങൾ തീർക്കണേ നാമസ്തുതികളാൽ ദുഃഖദുരിതാധിവ്യാധിയും തീർക്കണേ ഏതിലുമെപ്പോഴും കൃഷ്ണനെ കാണുവാൻ വിഷ്ണു നമസ്കാരം ഭൂദേശ പാഹി മാം ഗോപികാവല്ലഭഗീതോപദേശക ഗോകുലനാഥനം ഗോവിന്ദ സുന്ദര ഗോപാലകാനന്ദനന്ദനാവന്ദനം ദേവകി നന്ദനകാൽക്കൽ നമിപ്പു ഞാൻ ശ്രീകൃഷ്ണ ഗോവിന്ദ ദാമോദര ഹരേ നാരദ സേവിത നാരായണ ജയ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഭക്തന്മാരെയും ഭഗവാൻ രക്ഷിക്കുമാറാകട്ടെ. വൈശാഖത്തിൽ എൻ്റെ ഈ പുസ്തകം ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ലളിതമായിട്ടുള്ള ഭാഷയിൽ ഭാഗവതത്തെ ഓരോ അധ്യായവും അതാതുപോലെ തന്നെ സംഗ്രഹിച്ച് എഴുതിയിട്ട് ഭാഗവതം മൂലം സപ്താഹം എങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത് അതേപോലെ തന്നെ ആ വിധിക്കനുസരിച്ച് തന്നെ പാരായണം ചെയ്യാനുള്ള എല്ലാ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് അത് ഞാൻ എഴുതിയിട്ടുള്ളത്. അതാത് ദിവസത്തെ അവതാരങ്ങളൊക്കെ അതാത് സമയത്ത് തന്നെ വരുന്ന രീതിയിലാണ് അത് വായിക്കുമ്പോൾ വരിക. ആദ്യത്തെ ദിവസം വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ വരണു. രണ്ടാമത്തെ ദിവസം ഭദ്രകാളിയായിട്ട് ഭഗവാൻ വരണു. മൂന്നാമത്തെ ദിവസം നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. നാലാമത്തെ ദിവസം ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അഞ്ചാമത്തെ ദിവസം ബാലലീല തൊട്ട് ഓരോന്നായിട്ട് സുധാമാവിൻ്റെ കഥയായാലും ഇന്നത് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഭഗവാന്റെ ഉപദേശങ്ങളാവുന്ന ഉദ്ധവോപദേശവും തുടങ്ങി വെച്ച് അതിൻ്റെ ഭഗവാന്റെ ആ ത്രിലോകീഗൃഹസ്ഥഭാവം 16,108 വിവാഹാദികൾ രുക്മിണ്യാദി ആ എല്ലാ ദേവിമാരും ഭഗവാനെ എങ്ങനെയാണോ സേവിക്കേണ്ടത് അതേ പ്രകാരം സേവിച്ചുകൊണ്ട് എങ്ങനെയാണോ ഭാഗവത തത്വം അച്ഛനമ്മമാരായിട്ടുള്ള ദേവകീ വസുദേവന്മാർക്ക് നാരദ മഹർഷിയെ കൊണ്ടാണ് ഉപദേശം കൊടുക്കുന്നതെങ്കിലും നിമി നവയോഗി സംവാദമായിട്ട് ഭഗവാൻ തന്നെ അത് കേൾപ്പിക്കുന്നത് പരീക്ഷിത് രാജാവിന് വേണ്ടിയിട്ടാണല്ലോ ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷി സപ്താഹമായിട്ട് ആദ്യം നടത്തിയത്. ആ പരീക്ഷത്തിൻ്റെ മുക്തിയെല്ലാം പറഞ്ഞുകൊണ്ട് ആശ്രയിക്കേണ്ടതായിട്ടുള്ള ആലിലകൃഷ്ണനെ കൂടി വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് നമ്മെ ഈ പ്രപഞ്ചനാഥനാകുന്ന ഭഗവാൻ സൂര്യനാരായണൻ 12 മാസങ്ങളിൽ 12 രാശികളിൽ 6 ഗണത്തോട് കൂടിയിട്ട് നമ്മെ രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഒരു ഭാഗവതത്തിൻ്റെ ഏകദേശം സാരമർത്ഥം വരുന്നതായിട്ടുള്ള രീതിയിൽ സംഗ്രഹിച്ചെഴുതിയ 12ാമത്തെ അധ്യായം 12ാമത്തെ സ്കന്ധത്തിൽ സമാപന അധ്യായം കൂടിയിട്ട് ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ പ്രീതി നേടാനും ഈ ഭാഗവത പാരായണം കൊണ്ട് എല്ലാ ഭക്തന്മാർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ ഭക്തന്മാർക്കും ലഭിക്കുമാറാകട്ടെ എന്നും ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ പറഞ്ഞുകൊണ്ട് ആഗ്രഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട്
അത് സാധിപ്പിക്കണേ. ദുഃഖമാണെങ്കിൽ അത് തീരാനും, ദാരിദ്ര്യമായാലും അനപത്യതായാലും രോഗമായാലും മറ്റു പലതും നമുക്ക് വേണ്ടാത്തതുണ്ട്, അതിനെ മുഴുവൻ കളയാനും സുഖവും ആനന്ദവും കിട്ടാനും ഭഗവാൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ ഭക്തന്മാരെയും വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി എല്ലാ ഭക്തന്മാരെയും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ഭാഗവതത്തെ സമർപ്പിക്കുന്നു. ഭക്തി എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. വിനയ ശുശ്രൂഷ സമർപ്പണ സ്നേഹഭാവത്തോടു കൂടിയിട്ട് എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കുമാറാകട്ടെ. എല്ലാവരും ഈശ്വരനിലുണ്ട് എങ്കിലും എല്ലാവരിലും നമുക്കും ഈശ്വരനെ കാണാറാവണ്ടേ? അത് ഭഗവാൻ തന്നെ തോന്നിക്കണം. അപ്പം അതിന് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഭക്തദാസാനുദാസൻ, ഭാഗവതോപാസകൻ, ഭാഗവത ഉപാസകൻ വടശ്ശേരി ഹരിനമ്പൂതിരി എല്ലാവരെയും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എൻ്റെ ഫോൺ നമ്പർ 9048039304. ശ്രീഹരി ഗുരുവാർപ്പ നാരായണ.